8 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പാരീസിന്റെ വലയിലേക്ക് തിരിച്ചുവിട്ട കോൾ പാൾമർ. ഗോൾ ബാറിന് താഴെ പാറ പോലെ ഉറച്ചുനിന്ന റോബർട്ടോ സാഞ്ചസ്. അവസാനം 43-ാം മിനിറ്റിൽ കോൾ പാൾമറിൻ്റെ അസിസ്റ്റിൽ 3-ാം ഗോൾ കണ്ടെത്തിയ ജാവോ പെഡ്രോ. ഒടുക്കം മത്സരം അവസാനിക്കുമ്പോൾ യൂറോപ്യൻ ചാമ്പ്യന്മാരാണെന്ന് വീമ്പ് പറഞ്ഞ PSG-യെ 3 ഗോളിൻ്റെ പിൻബലത്തിൽ പരാജയപ്പെടുത്തി ചെൽസി 2025 ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നു. ഫുട്ബോൾ അത്ഭുതങ്ങളുടെ കലവറയാണെന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടെയാണ് ഈ മത്സരം. യൂറോപ്പിലെ പല വമ്പൻ ശക്തികളെയും 4-5 ഗോളിന് പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ചാമ്പ്യന്മാരെ ചെൽസി മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ ചുട്ടെറിയുമ്പോൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എല്ലാ മേജർ ട്രോഫികളും നേടുന്ന ആദ്യ ടീമായി എൻസോ മരസ്കയുടെ പടയാളികൾ മാറിയിരിക്കുന്നു. മത്സരത്തിന് തുടക്കത്തിൽ തന്നെ കോൾ പാൾമറിൻ്റെ ഒരു മുന്നേറ്റം. തലനാരിക്കാണ് PSG ആ ഷോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ പല വമ്പൻ മുന്നേറ്റ നിരക്കാരെയും കത്രിക പൂട്ടിട്ട ന്യൂനോ മെൻഡസിനെ കാഴ്ചക്കാരനാക്കി ജാവോ പെഡ്രോയുടെ മുന്നേറ്റം. പെഡ്രോ തളികയിലെന്നോളം നീട്ടിക്കൊടുത്ത പന്തിനെ കോൾ പാൾമർ പാരീസിൻ്റെ വലയിലേക്ക് എത്തിച്ച് പൂരത്തിന് തുടക്കമിട്ടു. എന്നാൽ വെറും 8 മിനിറ്റിന് ശേഷം പാൾമർ വീണ്ടും പ്രഹരിക്കുന്നു. പാരീസിൻ്റെ ഡിഫൻസിനെ സ്തബ്ധരാക്കിക്കൊണ്ട് പാൾമറിൻ്റെ 2ാമത്തെ ഗോളും. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാത്രമായി 3 ഗോളുകൾ കരസ്ഥമാക്കിയ പാൾമർ തൻ്റെ വരവറിയിച്ചു. ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു താരത്തെ എന്തിനായിരുന്നു ഞങ്ങൾ പറഞ്ഞു വിട്ടതെന്ന് സിറ്റി മാനേജ്മെൻറ്റ് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പാൾമർ കത്തിജ്വലിച്ച ക്ലബ്ബ് വേൾഡ് കപ്പിന് ഫൈനലിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഗോൾ കീപ്പർ റോബർട്ടോ സാഞ്ചസ്. ഗോളെന്നുറപ്പിച്ച പാരീസിൻ്റെ പല മുന്നേറ്റങ്ങളെയും അവിശ്വസനീയമിതം തട്ടിയകറ്റിയത് സാഞ്ചസ് ആയിരുന്നു. എണ്ണം പറഞ്ഞ 6 സേവുകളാണ് സാഞ്ചസ് ഇന്നലെ മാത്രമായി നടത്തിയത്. 2 ഗോളുകൾ വഴങ്ങി നിൽക്കുന്ന PSG തിരിച്ചെടുക്കുമെന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ചെൽസിയുടെ 3ാം ഗോൾ വരുന്നത്. ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡൊണറുമയുടെ തലക്ക് മുകളിലൂടെ പന്ത് പായിപ്പിച്ച ജാവോ പെഡ്രോയും ഗോൾ കണ്ടെത്തിയതോടുകൂടെ മത്സരത്തിൽ ചെൽസി പൂർവാധികം ശക്തി പ്രാപിച്ചു. മറുഭാഗത്ത് ഒരിക്കലും വിട്ടു നൽകില്ല എന്ന വാശിയിലായിരുന്നു PSG താരങ്ങൾ. നിരന്തരമായ ആക്രമണങ്ങൾ അവർ അഴിച്ചുവിടുന്നു. എന്നാൽ ചെൽസി ആരാധകർ പോലും യാതൊരു പ്രതീക്ഷയുമില്ലാതെ നോക്കിക്കണ്ട ഗോൾ കീപ്പർ റോബർട്ടോ സാഞ്ചസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത്. 2ാം പകുതിയിൽ ഡെംബലയുടെ ഗോളെന്നുറപ്പിച്ച പന്തിനെ സാഞ്ചസ് തട്ടിയകറ്റുമ്പോൾ ഡെംബലയുടെ മുഖത്ത് നിരാശ മാത്രം മതിയായിരുന്നു ആ നിമിഷത്തെ വർണ്ണിക്കാൻ. പോരാട്ടം അവസാനത്തിലേക്ക് കടന്നപ്പോൾ കുക്കുറയെ മുടി പിടിച്ച് വലിച്ചിട്ടതിന് ജാവോ നെവസ് റെഡ് കാർഡ് കിട്ടി പുറത്തായത് PSG വീണ്ടും തിരിച്ചടിയായി. അവസാനം റഫറി അന്തമീസിൽ മുഴക്കിയപ്പോൾ 2025 ക്ലബ്ബ് വേൾഡ് കപ്പ് ചെൽസിക്ക് സ്വന്തമായി. തൻ്റെ ആദ്യ സീസണിൽ തന്നെ കോൺഫെഡറേഷൻ കപ്പും ക്ലബ്ബ് വേൾഡ് കപ്പും ചെൽസിക്ക് നേടിക്കൊടുത്ത എൻസോ മരസ്കോ ഒരു വലിയ സൂചന തന്നെ തന്നിട്ടുണ്ട്. ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായി കോൾ പാൾമറിനെയും ഗോൾ കീപ്പറായി സാഞ്ചസിനെയും യുവതാരമായി PSG ഡുവയെയും തിരഞ്ഞെടുത്തു.